ഇത്രയുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ. ഹാപ്പി ആണോ എല്ലാരും? എങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ? എക്സൈറ്റഡ് ആണോ? ഇനി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലൊരു അച്ചീവ്മെന്റ്, ഇതുപോലൊരു വേദിയില്, ഇതുപോലെ ഇത്രയും വലിയൊരു ക്രൗഡില് നിന്നും ഏറ്റെടുത്ത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇത്ര പേരേ ഉള്ളോ? ഷുവർ, നിങ്ങൾക്ക് ഇത് ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും. കാരണം എനിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹൗസ് വൈഫാണ്, ഒരു സാധാരണ ഒരു വീട്ടമ്മ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സർവേശ്വരനോട് നന്ദി പറയാണ്. കാരണം ഇന്ന് ഈ ഒരു വേദിയിൽ നിന്ന് ഇതുപോലെ അച്ചീവ്മെന്റ് നമ്മുടെ ഫ്യൂച്ചേഴ്സിന്റെ ഫസ്റ്റ് പ്രോഗ്രാമില് ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ നിന്ന് ഏറ്റുവാങ്ങിക്കുന്നതിൽ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഒത്തിരി എക്സൈറ്റഡും ആണ്. അപ്പൊ ഷുവർ ആയിട്ടും ഇന്ന് നിങ്ങൾക്കും അല്ലെങ്കിൽ നാളെ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു അച്ചീവ്മെന്റ് വാങ്ങിക്കാൻ സാധിക്കും. കാരണം ഒന്നുമില്ലാതെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. നോർമൽ ഹൗസ് വൈഫാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ല, ഒന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്താണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻവിറ്റേഷൻ കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ 3 വർഷം ഡെഡിക്കേറ്റഡ് ആയി, ആത്മാർത്ഥമായി, ഇഷ്ടത്തോടു കൂടിയിട്ട്, കഷ്ടപ്പെട്ടിട്ടല്ല, ഒരിക്കലും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഇഷ്ടത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോമിൽ ഏൺ ചെയ്തത് 11 ലക്ഷവും അതോടൊപ്പം 5 ഇന്റർനാഷണൽ ട്രിപ്പുമാണ്. ശരിക്കും എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഹാപ്പിനെസ് കൂടെ ഞാൻ പറയാം. ഒരു ഇൻസിഡന്റ് ആണ് ഇത്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്കൊരു മകളുണ്ട്, ആൾക്ക് 7 വയസ്സാണ്. ശരിക്കും അവള് കുഞ്ഞാണ്, എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞു വരുന്ന ഒരു പ്രായമാവുന്നേ ഉള്ളൂ. അപ്പൊ അവള് സ്കൂളിൽ പോകുമ്പോ എപ്പോഴും കാണുന്നത് എല്ലാവരും ജോലിക്ക് പോകുന്നു അല്ലെ, ലേഡീസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കുറെ പേരും ജോലിക്ക് ഇറങ്ങുന്നതാണ്. അപ്പൊ അവരൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നു. അപ്പൊ എന്നോട് ഒരു ദിവസം ഞാൻ അവൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നോട് ചോദിച്ചൊരു കാര്യം, അമ്മയ്ക്ക് എന്താ ജോലിക്ക് പോക്കൂടെ? എല്ലാവരെയും പോലെ കുളിച്ചൊരുങ്ങി അമ്മയ്ക്ക് എന്താ ബാഗും എടുത്തോന്ന് ജോലിക്ക് പോക്കൂടെ? അവൾ ആ 7 വയസ്സില് അന്ന് എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സാകുമ്പോ അവള് ചോദിക്കുന്ന ഒരു ചോദ്യം ആലോചിച്ച് നോക്കിയേ. ഇതിനേക്കാൾ ചിലപ്പോ ഗാംഭീര്യത്തോടു കൂടി ആയിരിക്കല്ലേ ചോദിക്കുക. ശരിക്കും ചോദിക്കും. ഞാനും എൻ്റെ ഒരു 18-20 വയസ്സാകുമ്പോ ഞാനും എൻ്റെ അമ്മയോട് ചോദിക്കാനിരുന്ന ഒരു ചോദ്യമായിരുന്നു, അന്ന് എന്താ അമ്മയ്ക്കും നല്ല രീതിയിൽ ഒരു ജോലി അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൂടെ അല്ലേ? പക്ഷെ നാളെ എൻ്റെ മകൾക്ക് അത് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇന്ന് ഞാനെന്ന വ്യക്തി ഒരു ഹൗസ് വൈഫാണ്, അതുപോലെ തന്നെ ഒരു മകളാണ്, അമ്മയാണ്, ഒരു ഭാര്യയാണ്. ഈ ഒരു 3 വർഷം ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് പ്രൗഡായിട്ട് ഈ പേരുകള് എന്താ പറയുക വളരെ എനിക്ക് നല്ല രീതിയിൽ ഉച്ചരിക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. കാരണം ഈ 3 വർഷത്തെ എൻ്റെ ഇൻകം കൊണ്ട് എൻ്റെ പാരൻസിന് അവരുടെ പല കാര്യങ്ങളും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ